നിങ്ങളിപ്പോ എന്താ ചെയ്ത അടിച്ചല്ലേ? നാളെ നേരം വിളിക്ക് നോക്കിക്കോ. ഇതെല്ലാം കത്തിച്ച് ഞാൻ ചാമ്പലാക്കിയില്ലെങ്കിൽ എന്റെ പേര് നിങ്ങൾ വേറെ കാണാം. ഓ പെങ്ങള് പാർട്ടി ഞാനല്ല ചെയ്യുന്നത്. നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊല്ലുന്നു. സമാധാനാവും. ഓ ഒരു തുമ്മലുകാരൻ വന്നേക്കുന്നു. ഒരു കാര്യം ചെയ്താ പെങ്ങളെ കൂടെ പോയി താമസിച്ചോ. ഞാൻ എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാ. എന്നോട് നിങ്ങൾ മിണ്ടണ്ട. മിണ്ടണം. എങ്ങനെ മിണ്ടാതിരിക്കും? മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തിന്നാൻ കൊണ്ട് വരുമ്പോ തിന്നണത് നിന്റെ എല്ലിന്റെ ഇടയിൽ കയറും. അത് തന്നെ കുഴപ്പമില്ല. നിനക്ക് പട്ടിണി കിടണം, എന്നാലേ പഠിക്കും. പട്ടിണി കിടണം. ഓ കഷ്ടം തന്നെ ഈ വീട്ടില്. ഓണം നാളെ നേരം വെളുക്കട്ടെ. വെളുക്കട്ടെ. അതന്നെ ഞാൻ നോക്കിയിരിക്കണത്. ഞാൻ ചേച്ചി എന്ത് ചെയ്യാന്നറിയാൻ നോക്കാൻ വേണ്ടി കണ്ടല്ലോ. ഇനി പൊക്കോ. അങ്ങനെ പോണില്ല. ആങ്ങളെന്നെ മൂട്ടി വിട്ടല്ലോ ചീത്ത വിളിക്കാൻ വേണ്ടിട്ട്. ആങ്ങളെന്നെ കൊളുത്തി വിട്ടല്ലോന്ന്. ആര് കൊളുത്തി വിട്ടെന്ന്? ആരാ കൊളുത്തി വിടുന്നത്? ചേച്ചി എന്തൊക്കെ വൃത്തികടയിൽ വിളിച്ചു പോകണത്? ഞാൻ എന്ത് കൊളുത്തി വിട്ടെന്നാ പറയണത്? എനിക്ക് ഈ കൊച്ചുമായിട്ട് ഇന്നലെ ക്ലീറ്റോ എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമോ? അതൊക്കെ ഞാൻ ഇങ്ങോട്ട് ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ ചേച്ചി വൃത്തിയാക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന്. എന്റെ പൊന്നേ ക്ഷമിക്ക്. അല്ല അങ്ങനെ ക്ഷമിക്കുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിൽ എനിക്ക് തല്ലുപിടിക്കാൻ ഞാനും കൂടെ വൃത്തിയാക്കി തരാം. മാറിനെന്തിനാ? വൃത്തിയാക്കാൻ പാടില്ലേ? അപ്പൊ ചെയ്തു തരണല്ലേ. ക്ലീറ്റോനെ എന്ത് ചെയ്താൽ മതി? നീ ഒന്ന് നോക്കിക്കേ. സർവത്ര ക്ലീറ്റോന്റെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് പറഞ്ഞത് എങ്ങാണ്ട് ഇത് കേട്ടോ. ഈ സാധനം എന്താണെന്നറിയാമോ? അപ്പുകുട്ടൻ സാറിന്റെ വീട്ടിലെ ഫോണ് കേടായി പോയി. എവിടെ നിന്ന് പഴയത് കിട്ടിയാലും ഇങ്ങോട്ട് എടുത്തിട്ട് വരും. എന്ത് കാര്യത്തിനാണോ? എന്റെ പിള്ളേരാണ്, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ ചേച്ചി വീട് വൃത്തിയാക്കത്തില്ലെന്ന്. ഇതിനകത്തെ കൊറേ ബുക്ക് വൈൻഡും പേപ്പറൊക്കെ ഉണ്ട്. 50 രൂപ. നിങ്ങളെന്താ ചീട്ട് തരുമെന്ന് പറഞ്ഞു? എല്ലാ വീട്ടിലും പോവോ? എല്ലാ വീട്ടിലും പോകട്ടോ. എല്ലാ വീട്ടിൽ നിന്നും പൈസ തരുമോ? എല്ലാ വീട്ടിൽ നിന്നും പൈസ ഉണ്ട്. ശരി. എന്നാലും മച്ചം ഈ ചാക്കിനകത്ത് ഞാൻ അവിടെ പൊതിഞ്ഞിട്ട് പൈസ കൊടുത്ത് വിട്ട സാധനം ഇവിടെ അങ്ങനെ വന്നു. നീ അവർക്ക് പൈസ കൊടുത്തോ? ഞാൻ കൊടുത്താന്ന്. അല്ലാതെ ഒരു രസീതോ എന്തായാലും പറക്ക്. ഞാനാ പിന്നെ പറക്കണം അങ്ങോട്ട്. ഇതങ്ങ് ശീലിച്ചാൽ നല്ലതാ. വരുമാന മാർഗമാവും. ആയിക്കോട്ടെ. ക്ലീറ്റുന്നത് എന്തോന്ന് സംഭവം? അതെ, ഈ നമ്മളെ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടി നമ്മൾ ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്തതാണ്. അതിപ്പോൾ ആ വേസ്റ്റ് എല്ലാം കൂടെ ഇയാളെ വീട്ടിൻ്റെ മുമ്പ് ഇവിടെ കൊണ്ടങ്ങ് ഇട്ടേക്കണം. അപ്പോൾ ഇയാൾ പറയണത് ഞങ്ങൾ മനപ്പൂർട്ടാണെന്ന് പറഞ്ഞ് അവരെ മുനിസിപ്പാലിറ്റിക്കാരെ വിളിച്ച് പരാതിയായിട്ട് വന്നു. നമുക്കറിയില്ല ഇതെങ്ങനെയാണ്. നമ്മൾ ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്തതാണെന്ന്. ഇതുപോലൊരു പണി എനിക്കും കിട്ടി നേതാവേ. എന്ത് പണി? എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഞാൻ എസ്ഐയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടാ. നീ നിങ്ങൾ കൊണ്ടിട്ടെന്ന് പറയാം? ഓ, നിങ്ങൾ ഇത് ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്ത തന്നെ? അത് നേതാവേ, ഞങ്ങൾ അവർക്ക് കൊടുത്ത് അവർ റെസിറ്റും തന്നതാണ്. അത് അന്വേഷിച്ചപ്പോഴേ കാര്യം മനസ്സിലായത്. എന്ത്? ഇത് നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അവര് കൊണ്ടുവന്ന് ഒരു ബോക്സിനകത്ത് വെക്കും. ഇത് ആക്രി പറക്കാരുണ്ടല്ലേ, അവരിങ്ങനെ വന്ന് ഇതിൻ്റെ ആവശ്യത്തിനുള്ള സാധനമെല്ലാം എടുത്ത് മുനിസിപ്പാലിറ്റി സമയത്തിന് വന്ന് എടുക്കണ്ടേ. ഇതാണ് പറ്റുന്ന സംഭവങ്ങൾ. ബാക്കി എവിടെയെങ്കിലും കളഞ്ഞിട്ട് ആമാരങ്ങ് പോകും. ഇപ്പോൾ ബോധ്യപ്പെട്ടല്ല ശശി, ഇമാതിരി തറപരിപാടി കാണിക്കേണ്ട കാര്യം എനിക്കില്ല എന്നുള്ളത്. പൂരാടം എന്തോ നേരത്തെ പറഞ്ഞാലോ എന്തെന്ന്? സോറി. എങ്ങനെ കേട്ടില്ല? സോറി.